ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയില് ഒരു ഗെയിം ഷോയ്ക്കിടെ തന്നെ പിടിച്ച് തള്ളിയ റോബിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും കരയുകയും അലറുകയും ഒക്കെ ചെയ്യുന്ന ഒരു റിയാസ് സലീമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറെ അധികം തവണ ചോദിച്ചു, ഇതൊരു ഗെയിം ഷോയാണ്, ഗെയിം ഷോയ്ക്കിടെ സംഭവിച്ചൊരു അബദ്ധമാണ്, ക്ഷമിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്ഷമിക്കാൻ തയ്യാറില്ല, പുറത്താക്കന്നെ വേണം, ഫിസിക്കൽ അസോൾട്ടാണ്, പുറത്താക്കന്നെ വേണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളുണ്ടാക്കി. അതിന് കൂട്ടുപിടിക്കാൻ ജാസ്മിനും കുറെ ആളുകളും ഒക്കെ കൂടി ചേർന്നിട്ട് അയാളെ അവിടുന്ന് പുറത്താക്കുന്നത് വരെ എന്തോരം ബഹളം കാണിച്ചു ഈ റിയാസ് സലീം. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും അയാളെ ഈ കാര്യം പറഞ്ഞ് പലതവണ ആക്രമിച്ചു. അയാളുടെ ജീവിതത്തിലേക്ക് പലതവണ അനാവശ്യമായി കടന്നു അയാള് കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അത് നീണ്ടു. അല്ലെ, അയാളുടെ പക ഇപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു ഇൻസിഡന്റിന്റെ പുറത്ത് അയാളുടെ പക ഇപ്പോഴും മാറിയിട്ടില്ല. ഉള്ളിന്റെ ഉള്ളില് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം റോബിന് നേരെ വിഷം തുപ്പുന്ന ഒരു റിയാസ് സലീമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. റോബിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ പറയും, അയാൾ എന്ത് നേടിയെന്നാ പറഞ്ഞ, എന്ത് വളർച്ച ഉണ്ടായത് അയാൾക്ക് എന്ന് ചോദിക്കും. ഈ പറയുന്ന റിയാസ് സലീം എന്ത് വളർച്ച ഉണ്ടായത്? ആകെ ഒരു ബിഗ് ബോസ് ഷോ ചെയ്തു എന്നല്ലാണ്ട് ഇവർ എന്ത് നേട്ടമാണ് കൈവരിച്ച് കുറെ മേക്കപ്പ് ചെയ്ത് വീഡിയോ ഇടുന്നതോ? അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറെ മേക്കപ്പ് ചെയ്ത് വീഡിയോ ഇടുന്ന ആണും പെണ്ണും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതാണോ വലിയ കാര്യം? അയാൾ ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ? അതുകൂടി ചിന്തിക്കാതെ അയാളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും അയാളോട് ഇപ്പോഴും തീരാത്ത പക വെച്ചു പുലർത്തുകയും ചെയ്യുന്ന റിയാസ് സലീം സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നു. എവിടെയാന്ന് നോക്കണ്ടേ? നമ്മുടെ പിറന്ന മണ്ണിനെ ഒറ്റുകൊടുക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ സമാധാനം സംസാരിക്കുന്നു റിയാസ് സലീം. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നു. ഇവനെയല്ലേ ആദ്യം ജയിലിലടയ്ക്കേണ്ടത്? അതിനിവിടെ ആരുമില്ലേ? സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് എന്തെങ്കിലും ആരെ പറ്റിയെങ്കിലും മോശം പറയുക, കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നവരെ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പോലീസ്. ഇത്തരം രാജ്യദ്രോഹപരമായിട്ടുള്ള സംസാരങ്ങൾ വരുമ്പോൾ അവരെയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? കാരണം സെലിബ്രിറ്റി പരിവേഷമുള്ള ആളുകളെ ഇത്തരത്തിലുള്ള സംസാരം നടത്തുമ്പോൾ അത് രാജ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും, അപകടം ചെയ്യും. കാരണം നിർണായകമായ ഒരു സിറ്റുവേഷനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ആ സമയത്ത് ഇത്തരത്തിലുള്ള സംസാരം വളരെയധികം ദോഷം ചെയ്യും. അതിനെ മുളയിലേ നുള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ 26 നിരപരാധികളായിട്ടുള്ള ആളുകളെ പെഹൽഗാമിൽ കൊന്നൊടുക്കിയതിന് പകരമായിട്ട് പാകിസ്ഥാനിൽ ചെന്നിട്ട് അവിടുത്തെ ഭീകരവാദികളെയാണ് കൊന്നൊടുക്കിയത്. അല്ലെ, അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. ഒരു നിരപരാധിയെ പോലും സൈനികരെ അറ്റാക്ക് ചെയ്യുക നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ നിരന്തരം നമ്മുടെ സൈനികരെ അറ്റാക്ക് ചെയ്യുന്നു, അതിർത്തിയിലുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുന്നു. ഇപ്പൊ ഇന്നലെയൊക്കെ ഷെല്ലാക്രമണത്തിൽ ഒരുപാട് വീടുകൾ അതിർത്തിയിൽ തകർന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, സൈനികർ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും സംയമനം വിടാതെ അതിനൊരു തിരിച്ചടി നൽകിയത് ഭീകരവാദികൾക്ക് നേരെ മാത്രമാണ്. സാധാരണക്കാർക്കോ പട്ടാളക്കാർക്കോ നേരെ ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും റിയാസ് സലീമിനെ പോലെയുള്ള ആൾക്കാരും റിയാസ് സലീമും ഒക്കെ പറയുന്നത് അവിടുത്തെ നിരപരാധികളെ കൊന്നു, പള്ളി ആക്രമിച്ചു, നമുക്ക് സമാധാനമാണ് വേണ്ടത്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, സമാധാനത്തിൽ പോകണം. ഇത് പാകിസ്ഥാനോട് പോയി പറയണം റിയാസ് സലീമിനോട്. സമാധാനമാണ് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ അതിർത്തിയിൽ ഞങ്ങളെ പട്ടാളക്കാരെ ആക്രമിക്കരുത്, ഞങ്ങൾ അതിർത്തിയിൽ താമസിക്കുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നൊടുക്കരുത്, ഷെല്ലാക്രമണം നടത്തരുതെന്ന് റിയാസ് സലീം പോയി പാകിസ്ഥാനിൽ പോയി പറയട്ടെ. പാകിസ്ഥാനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? നമ്മൾ എത്ര ക്ഷമിക്കും? റിയാസ് സലീമിന് നേരെ വന്നു കഴിഞ്ഞാൽ റിയാസ് സലീം ആക്രമിക്കും, പരുഷമായിട്ട് സംസാരിക്കും, പരുഷമായിട്ട് പ്രതികരിക്കുമ്പോൾ റിയാസ് സലീമിനെതിരെ ഒരു വീഡിയോ ഇട്ടാലോ ഒരു കമന്റ് ഇട്ടാലോ തെറി അഭിഷേകം നടത്തും. പക്ഷേ ഇന്ത്യ എന്ന നമ്മുടെ പെറ്റമ്മയായിട്ടുള്ള രാജ്യത്തിന് നേരെ ഒരാൾ അറ്റാക്ക് ചെയ്താല് അതിനെതിരെ പ്രതികരിക്കരുത്, സമാധാനത്തിലിരിക്കണം എന്നാണ് റിയാസ് പറയുന്നത്. അത് എവിടുത്തെ ന്യായമാണ്? ഇങ്ങനെയുള്ളവരൊക്കെ പാകിസ്ഥാനിൽ പോയി ജീവിക്കട്ടെ. സ്വന്തം പിറന്ന മണ്ണിനെ ഇഷ്ടമില്ലാത്തവൻ ഒറ്റുകൊടുക്കാൻ തയ്യാറാവുന്നവൻ പാകിസ്ഥാനിൽ തന്നെ പോയി ജീവിക്കട്ടെ. അത് പറയുമ്പോൾ ആർക്കും ദേഷ്യം വന്നിട്ട് കാര്യമില്ല. കാരണം പിറന്ന മണ്ണിൽ നിന്നുകൊണ്ട് പിറന്ന മണ്ണിനെ ഒറ്റുകൊടുക്കുന്നവൻ ഇവിടെ ജീവിക്കാൻ അർഹനല്ല. കാരണം ഇവിടുത്തെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് അത്രയധികം സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇടാനും ഇങ്ങനെയുള്ള വീഡിയോ ഇടാനും ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഒക്കെ ധൈര്യപ്പെടുന്നത്. അല്ലെ, വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ പിറ്റേ ദിവസം അവൻ അറസ്റ്റിലായിട്ടുണ്ടാവും. അപ്പൊ അത്രയെല്ലാം സ്വാതന്ത്ര്യം അനുഭവിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചിട്ട് ഇവിടെ ജീവിക്കുന്നവൻ നമ്മളെ തന്നെ സ്വന്തം പെറ്റമ്മയെ തന്നെ ഒറ്റുകൊടുക്കുകയാണ്.
എന്നിട്ട് അവൻ ഇവിടെ നിൽക്കണം. ഇവിടെ നിൽക്കണ്ട, അവൻ പോട്ടെ. അവന് പാകിസ്ഥാനോട് ഇത്ര ഇഷ്ടമാണെങ്കിൽ, അവിടുത്തെ ജനങ്ങളോട് ഇത്ര ഇഷ്ടമാണെങ്കിൽ അവൻ അവിടെ പോയി ജീവിക്കട്ടെ. നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചാക്രമിക്കും. ഇനി ക്ഷമിക്കേണ്ട കാര്യം ഒന്നുമില്ല. കാരണം ഗാന്ധി പരമ്പരയിൽപ്പെട്ട രാഹുൽ ഗാന്ധിയും ആ കുടുംബവും ആ കോൺഗ്രസ് എന്ന പാർട്ടിയും വരെ പറയുന്നു പ്രത്യാക്രമണം നടത്തണം, പ്രതികരിക്കണം എന്ന് പറയുന്നു. ഗാന്ധിജിയുടെ കുടുംബമാണ് അല്ലേ? നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കില്ലേ, നിങ്ങൾ ഗാന്ധിജിയുടെ ആരെങ്കിലും ആണോ അത്ര സമാധാനം പറയാൻ ചോദിക്കില്ലേ? എല്ലാത്തിനോടും ക്ഷമയും സഹനശക്തിയും വേണം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ കുടുംബം വരെ ആഹ്വാനം ചെയ്യുന്നു പ്രതികരിക്കണം എന്ന്, അല്ലെ? ശക്തമായി പ്രതികരിക്കുന്നത്. ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ശക്തമായി പ്രതികരിച്ചേനെ. അങ്ങനെയുള്ളപ്പോ സ്വന്തം നേർക്ക് ഒരു ഗെയിം ഷോയ്ക്കിടെ നടന്ന ഒരു സംഭവത്തെ പോലും ക്ഷമിക്കാൻ തയ്യാറാവാത്തവൻ, ഇപ്പോഴും അതിന്റെ പേരിൽ റിവഞ്ചും പകയൊക്കെ കൊണ്ടു നടക്കുന്നവൻ പറയാണ് തന്റെ രാജ്യത്തിന് നേരെ വന്ന അറ്റാക്കിനെ ക്ഷമിച്ചിട്ട് അവരോട് ക്ഷമിച്ച് സമാധാനപൂർവ്വം പോകണം മുന്നോട്ട് എന്ന്. ഇവനെ എന്താണ് ചെയ്യേണ്ടത്? പോലീസും നമ്മുടെ നിയമ സംവിധാനമൊക്കെ എവിടെ നോക്കിയിരിക്കാന്ന് എനിക്കറിയാത്ത ഇത്തരത്തിൽ സംസാരിക്കുന്നവരെ അപ്പം അവരുടെ വായ പൂട്ടിക്കണം. പിന്നെ രാജ്യത്തിനെതിരെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ഇവർക്ക് കൊടുക്കരുത്. എന്നാൽ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവൻ രാജ്യത്ത് വേണ്ട, അവൻ പുറത്തു പോട്ടെ. ഈ രാജ്യത്ത് ഇങ്ങനെ പറ്റുള്ളൂ. നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചാക്രമിക്കും, അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ പറ്റില്ല എന്നുള്ളവൻ പോട്ടെ എവിടെ വെച്ചാ. അവൻ ഇഷ്ടപ്പെട്ട രാജ്യത്ത് അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അവൻ ജീവിക്കട്ടെ. ഇവിടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അതും ഇത്തരം ഒരു സിറ്റുവേഷൻ, കാരണം വളരെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം എന്തെല്ലാം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, യുദ്ധത്തിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ എന്നൊക്കെ നിമിഷം പ്രതി എല്ലാവരും ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുകയാണ്. ഇവന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഇവന്റെ കുടുംബത്തെ ഒറ്റുകൊടുക്കുന്ന പോലെ തന്നെയാണ് മോശമായി സംസാരിക്കുന്നതും മറ്റുള്ളവർക്ക് ഒറ്റുകൊടുക്കുന്നതും മറ്റുള്ളവരെ മുന്നിൽ താറടിച്ച് കാണിക്കുന്നതൊക്കെ. അതെന്തുകൊണ്ട് അവൻ ചിന്തിക്കാത്ത? ഇവൻ എന്ത് നേട്ടങ്ങൾ കൈവരിച്ചവൻ? അവൻ ആ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ ഇവനെ നാലാളറിയാം. കുറെ ഇംഗ്ലീഷ് വളവളവളാന്ന് സംസാരിക്കാൻ അറിയാം. അത് ഈ കടപ്പുറത്ത് കപ്പലണ്ടി വിൽക്കുന്ന ആളുകൾ നല്ല അസലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അത് മാത്രമാണ് അവന്റെ ഒരു നേട്ടം. എന്നിട്ട് ഇങ്ങനെയുള്ള വായി തോന്നിയുള്ള സംസാരം സംസാരിക്കും. ഇവൻ എന്തോ മഹാസംഭവമാണെന്നുള്ള വിചാരത്തിൽ അവൻ സംസാരിക്കുന്നത്. ഇവനെ പോലെയുള്ള നാറികളെയാണ് ആദ്യം പിടിച്ച് തുറുങ്കിലടയ്ക്കേണ്ടത്. അപ്പൊ രാജ്യം രക്ഷപ്പെടും സത്യം പറഞ്ഞാൽ. കാരണം ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള ഭീകരവാദികളെയൊക്കെ നേരിടേണ്ടി വരുന്നത്. കാരണം ഇവരൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ ഇവിടെ വന്ന് പഠിക്കാനും ഇവിടെ വന്ന് ജോലി ചെയ്യാനും ഒക്കെ ഉള്ള ധൈര്യം ഉണ്ടാവുന്നത്. പിന്നീട് നമ്മളെ ആക്രമിക്കാനും ഒക്കെ ഉള്ള ധൈര്യം ഉണ്ടാവുന്നത് ഇവനെ പോലെയുള്ള ആളുകളുള്ളത് കൊണ്ടാണ്. ഇവനെ പോലുള്ള ചിന്താഗതികളുള്ള ആളുകളുള്ളത് കൊണ്ടാണ്. ആ ചിന്തയൊക്കെ മുളയിലേ നുള്ളി ഇവനെയൊക്കെ നാടുകടത്താൻ വേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ദേഷ്യം വരും. നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന നല്ല പ്രവണതയല്ല. അതും ഈ യുദ്ധം പോലുള്ള ഒരു സംഭവത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു, നമ്മുടെ രാജ്യം അപകടത്തിലാണ് എന്നുള്ള സമയത്ത് ഇത്തരമുള്ള സംസാരം അത് ആര് ചെയ്താലും തെറ്റന്നെയാണ്. അതിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളും എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ മുന്നോട്ട് പോവാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അവരുടെ പകയോ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണിക്കാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിലടിച്ചാൽ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് ദോഷം എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പലപ്പോഴും BJPയും പ്രധാനമന്ത്രിയൊക്കെ ഒരുപാട് വിമർശിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരുപാട് ചാനലുകളും ഒരുപാട് ആളുകളും പാർട്ടിക്കാരും ഓപ്പോസിറ്റ് പാർട്ടിക്കാരും ഒക്കെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഒപ്പം കൈകോർത്ത് നിൽക്കുകയാണ്. അതിന് കാരണം എന്താണ്? നമ്മുടെ സേനയ്ക്കൊപ്പം കൈകോർത്ത് നിൽക്കുകയാണ്. അതിന് കാരണം എന്താ? നമ്മുടെ രാജ്യ സുരക്ഷയാണ് എല്ലാത്തിലും വലുത്. അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ബുദ്ധിയില്ലാത്ത ഇവനെ പോലെ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ ആൾക്കാർ നുഴഞ്ഞു കയറാനുള്ള അവസരം ഉണ്ടാക്കും. കാരണം ഇവനൊക്കെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ഒരവസരം കിട്ടിയ എങ്ങനെ സ്വന്തം രാജ്യത്തെ കുറ്റം പറയുന്നവൻ തള്ളി പറയുന്നവൻ ഒരവസരം ഭീകരവാദികൾക്ക് ഇവിടെ നുഴഞ്ഞു കയറാൻ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവന്റെയൊക്കെ മനസ്സിൽ അത്രയും വിഷമാണ്. ഒരു നിസാര സംഭവത്തിന് ഒരുത്തരോട് ക്ഷമിക്കാൻ കഴിയാത്തവൻ പറയാണ് ഒരുപാട് പേരുടെ ജീവനെടുത്ത ആളുകളോട് ക്ഷമിച്ചു, മാക്സിമം ക്ഷമിച്ചു, ഇത്രയും കാത്തിരുന്നു. എന്നിട്ടും അവർ അടങ്ങാൻ തയ്യാറല്ല. അതിർത്തിയുള്ളവരൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് തിരിച്ചടിച്ചത്. അതും സാധാരണ ജനങ്ങളെയോ സൈനികരെയോ ഒന്നുമല്ല ആക്രമിച്ചത് തീവ്രവാദികളെ. കൊല്ലപ്പെട്ടവർ അത്രയും പേരും തീവ്രവാദികളെ. ഒരു നിരപരാധിയെങ്കിലും കൊല്ലപ്പെട്ടെന്നോ ഒരു പള്ളിയെങ്കിലും ആക്രമിക്കപ്പെട്ടെന്നോ ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവും ഇല്ലാത്ത കാര്യമാണ് വന്നിരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത്. അത് എന്തിന്? ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം, അല്ലാതെ തെളിവുണ്ടായിട്ടല്ലല്ലോ. അവർക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇങ്ങനെ നിരപരാധികൾ മരിച്ചു എന്നോ അല്ലെങ്കിൽ പള്ളി ആക്രമിക്കപ്പെട്ടെന്നോ തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. ഒരു സ്റ്റിൽ ഫോട്ടോ പോലും അവരുടെ കയ്യിലില്ല അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട്. നമുക്ക് 100% ഉറപ്പുണ്ട് നമ്മളെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇല്ലാത്ത കാര്യം വെറുതെ പറഞ്ഞാൽ മാത്രം മതിയോ? തെളിവ് വേണ്ടേ? അവരുടെ ആളുകൾ തന്നെ അവരുടെ നാട്ടിൽ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാഹോറിലൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് സ്ഫോടനം നടന്നു എന്നാ പറയുന്നത്. അവരുടെ രാജ്യത്തുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ പള്ളികളും അവരുടെ സ്ഥാപനങ്ങളും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് തന്നെ അവിടുത്തെ ഭരണ സംവിധാനം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ തന്നെ തമ്മിൽ തല്ലി ചാവുകയാണ്. അപ്പോഴാണ് ഇന്ത്യക്ക് നേരെ വന്ന അറ്റാക്കിനെ ചെറുക്കുകയും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയ ഭീകരവാദികളെ തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിനെയാണ് ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നത്. ഇവൻ ആദ്യം സ്വയം ക്ഷമിക്കാനും സഹിക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും പഠിക്കട്ടെ, എന്നിട്ടല്ലേ രാജ്യത്തിന്റെ കാര്യം പറയാ. ആദ്യം വ്യക്തിയല്ലേ നന്നാവേണ്ടത്. ഒരു വ്യക്തി പകയുടെ ആൾരൂപമായി നടന്നിട്ട് സമാധാനം പ്രസംഗിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല.